മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഡൈവേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡൈവേഴ്സിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെയാണ് നമ്മളത് ഡീൽ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുക. കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവരെ അടുത്ത തലമുറയിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരെ വിടുമ്പോഴേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള കുടുംബങ്ങളായിട്ട് അവരെ ആയിത്തീരേണ്ട ഏറ്റവും ആവശ്യമായിരുന്നു. നേരത്തെ കൂട്ടുകുടുംബങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങൾ ബൈ ട്രെയിനിങ് ഓട്ടോമാറ്റിക്കായിട്ട് പലതും കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അവർ പഠിക്കുമായിരുന്നു. കാരണം മാതാവ്, പിതാവ്, അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ സഹോദരങ്ങൾ എല്ലാം ചേർന്നുള്ള കൂട്ടുകുടുംബങ്ങളും അനേകം കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എല്ലാ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ്സ്, നെഗറ്റീവ് സെറ്റ് ബാക്കുകൾ, അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും അവർക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോഴേ അണുകുടുംബങ്ങളായതിനു ശേഷം ആകെയുള്ള എന്ന് പറഞ്ഞാൽ പിതാവ്, മാതാവ്, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, ഇത്രയേ ഉള്ളൂ. അന്നേരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങൾ ഈ സ്പൂൺ ഫീഡിങ് പോലെ പഠിച്ച് ഈ ബ്രോയിലർ കോഴിയെ പോലെ ഇങ്ങനെ ഫീഡ് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സാഹചര്യമായതുകൊണ്ട് ഇന്ന് പല കാര്യങ്ങൾക്കും ഒരു എക്സ്പോസ് ചെയ്യാത്തതും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള പരിജ്ഞാനവും ഒന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം പേരൻസും അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണല്ലോ. അവർ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ അവർക്കും അത്രയും ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തന്നെ ആയൊക്കെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അല്ലെങ്കിൽ രാവിലെ ക്രഷിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്ലേ സ്കൂളിൽ വിടും. അത് കഴിഞ്ഞ് പ്ലേ സ്കൂൾ കഴിഞ്ഞിട്ട് LKG UKG, അത് കഴിഞ്ഞ് ഇങ്ങനെ സ്കൂള്, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെ പോയിട്ട് ട്യൂഷൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊരു പർട്ടിക്കുലർ ടൈമിൽ അവരുടേതായിട്ടൊരു സ്റ്റൈലിൽ ഒരു കൾച്ചറിൽ അങ്ങ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇവിടെ റിലേഷൻഷിപ്പില്ല, ദൈവമില്ല. അപ്പനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഓൺലി ഒരു ഫൈനാൻസ് അല്ലെങ്കിൽ ഫണ്ടിങ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അപ്പുറമായിട്ട് വേറെ ഒന്നും ഇല്ലാത്ത സ്റ്റേജിലേക്ക് വരികയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് നമ്മൾ കാണാം ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് കാണാം കുഞ്ഞുങ്ങളുടെ വന്നിരിക്കുന്ന വികൃതമായിട്ടുള്ള ജീവിത ശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് കാണുന്നു. ഇപ്പോൾ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചയിലും പത്രങ്ങൾ ഒരു വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ കിഴക്കൻ മേഖല നെയ്യാറ്റിൻകരയിലടുത്ത് പിതാവിനെ അറുത്തു കൊന്നു. പത്രത്തിൽ കാണുന്നതാണ്, പിതാവിനെ അറുത്തു കൊന്നു. പുത്രൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ അറുത്തു കൊന്നു. അവന് സഭയിലൊക്കെ നിൽക്കുന്ന പയ്യനാണ്, അവരും വിശ്വാസമുള്ള ഫാമിലിയാണ് രണ്ടുപേരും. എന്നാൽ പൈശാചി അറ്റാക്ക് അല്ലെങ്കിൽ ക്ഷുദ്രം എന്തൊക്കെയോ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതേസമയം അതുപോലെ തന്നെ കണ്ണൂര് മാതാവിനെ കഴുത്തറുത്ത് കൊന്നു. അവൻ്റെ മാതാവിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു, പിതാവിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു, ആ റിലേഷൻഷിപ്പ് ഏത് രീതിയിലായിരുന്നു, ദൈവം ഗൈഡ് ചെയ്യുന്നൊരു ഫാമിലി ആയിരുന്നു അത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചെറുപ്പത്തിലെ തന്നെ വിദ്വേഷവും പകയും ഡെവലപ്പ് ചെയ്യുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ പ്രതികാര മനസ്ഥിതിയിൽ ജീവിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് കൊടുത്തു, വേറെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ വീട്ടിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ തെറ്റിലേക്കുള്ള പ്രേരണയാണ്. ചെറുപ്പത്തിലെ ഒരു കുഞ്ഞ് ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സാറ് എഴുതി കൊടുത്തു, യവനെന്ന് പേപ്പർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അല്ലെങ്കിൽ വേറൊരു സാധനം പെൻസിൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഡയറിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിതാവ് പറയുകയാണ്, എടാ നീ എൻ്റെ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പേപ്പർ വേണമെങ്കിലും നിനക്ക് എടുത്തുകൊണ്ട് തരത്തില്ലേ. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ? കുഞ്ഞിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവനെ വലിയൊരു മോഷ്ടാവാക്കുകയാണ്. പിതാവ് ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് പേപ്പർ മോഷ്ടിച്ച് കൊണ്ട് കൊടുക്കും. അവൻ അത് തന്നെ അവിടെ ചെയ്തത്, വേറൊരാളുടെ സാധനം മോഷ്ടിച്ചു. ഈ മോഷണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഭവനത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭവനങ്ങൾ ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് നോക്കുക. മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ യഹോവ നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ യാക്കോബിന് റാഹേൽ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എനിക്ക് മക്കളെ തരണം എന്ന് പറഞ്ഞ് റാഹേൽ യാക്കോബിനോട് അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നോ. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് റിറ്റാലിറ്റി ചെയ്ത് പറയുന്നതാണ്, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് മനുഷ്യന് അല്ലെങ്കിൽ കുടുംബങ്ങളെ ഉണ്ടാക്കുന്നത്, ഗർഭഫലം കൊടുക്കുന്ന ദൈവമാണ്. വിവാഹത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആ ഒരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. വിവാഹത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോഴുണ്ടായേക്കാം, ചിലപ്പോഴുണ്ടാകത്തില്ല. അത് ദൈവം തരുന്ന ദാനമാണ് എന്ന് സങ്കീർത്തനം 127:3 പറയുന്നു. മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലം. കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമാണ്, കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയും. അത് തീർച്ചയായും അനുഗ്രഹമാണ്. എന്നാൽ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബത്തിൻ്റെ ശാപമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കുടുംബത്തിലുണ്ടാവുന്നതും കുടുംബത്തിൻ്റെ ശാപമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില ആളുകൾ അങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. കുടുംബത്തിലൊരു ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടൊരു കുഞ്ഞുണ്ടായാൽ അത് കുടുംബത്തിൻ്റെ ഒരു ശാപമാണെന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത കുടുംബമാണ് നിങ്ങളുടേത്. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്നത്. നിങ്ങളെ പല കാര്യങ്ങളെ പഠിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് നിങ്ങളെ ആ കുടുംബത്തിലാക്കിയിരിക്കുന്നത്. എല്ലാ കുടുംബത്തിനും അങ്ങനെ ഇല്ലല്ലോ. ചില കുടുംബങ്ങളിൽ അങ്ങനെ ആയിരിക്കുന്നത് അങ്ങനെയാണ്. ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പെസിഫിക് പർപ്പസാണ്, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നാണ്. കാരണം എല്ലാ ഫാമിലിയും ദൈവത്തിൻ്റെ ഹിതത്തിലാണ്. അതുകൊണ്ട് ദൈവഹിതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നത്. അനേകം കുഞ്ഞുങ്ങൾ തെരുവിൽ ജനിക്കുന്നുണ്ട്. അപ്പനും അമ്മയും ആരാണെന്നറിയാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്ന ഒരുപാട് അനാഥാലയങ്ങളുണ്ട്, ക്രഷുകളുണ്ട്. അവിടെ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവം നിങ്ങൾക്ക് തരും. ഇന്ന് കുഞ്ഞുങ്ങളുള്ളവർ പോലും കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട്, കാരണം അവർക്ക് ഒരു കെയർ കൊടുക്കാനായിട്ട്. അങ്ങനെയുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ മിഷനകത്തുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അതിനൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദൈവം നിങ്ങളുടെ ഗർഭഫലം അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, വേറൊരു സ്ഥലത്തുനിന്ന് കുഞ്ഞിനെ ദത്തെടുക്കാനായിരിക്കാം. എന്തായാലും മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലമാണ്. ഓരോ ശിശുവിനെയും ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവം അതാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈച്ച് ചൈൽഡ് ഈസ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ഇൻ ദ പ്ലാൻ ആൻഡ് സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്പെഷ്യലാണ്. 139 സങ്കീർത്തനം എടുത്തു നോക്കുമ്പോഴേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടതാണ്. നീ ഇരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ദൈവം നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കുഞ്ഞിനെയും ദൈവം കാണുന്ന ദൈവത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിലാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ ജനിക്കുന്നത്. ഒരേ ഒരു കാര്യം, നമുക്ക് പൊസസീവായി കുഞ്ഞ് എൻ്റേതാണ് എന്ന് പറഞ്ഞങ്ങ് പൊസസീവ് ആവാനായിട്ട് വരട്ടെ. ഓരോ കൊച്ചിനെയും കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്തിനാണ്? അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാൻ. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് വരെയൊക്കെ ചിലപ്പോഴും നിങ്ങളുടെ കുഞ്ഞുണ്ടാവും നിങ്ങളോടൊപ്പം. അത് കഴിയുമ്പോൾ അവർ ഹയർ സ്റ്റഡീസിന് പോകും. ഹയർ സ്റ്റഡീസ് കഴിയുമ്പോൾ അവർക്ക് ജോലിയായി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായി. ആ പ്രൊഫഷൻ്റെ എൻഡിൽ അവരൊരു മാരേജായി, അവരൊരു ഫാമിലി ലൈഫായി, അവർ സെപ്പറേറ്റായി. അതായത് നിങ്ങളുടെ കൂടെ ഉള്ള സമയമെന്ന് പറയുന്നത് 17 18 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ കുഞ്ഞ് നിങ്ങളോട് കൂടെ ഉള്ളത്. ഈ സമയത്ത് ആ കുഞ്ഞിനെ വേണ്ടതായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ദൈവഹിതപ്രകാരം വളർത്താനും അതനുസരിച്ച് അവരെ ദൈവമക്കളാക്കി തീർത്ത് ദൈവസന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യാനുമുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം മാതാവിനും പിതാവിനുമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അയലോക്കത്തുള്ളവർക്കല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പല സ്റ്റേജുകളുണ്ട്. ആദ്യം ശിശുവായിട്ടുള്ള സ്റ്റേജുണ്ട്, പിന്നെ ബാല്യമുണ്ട്, പിന്നെ കൗമാരമുണ്ട്, യൗവനമുണ്ട്. ഈ യൗവനത്തിലൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൈയുടെ കൺട്രോളിൽ നിന്ന് മിക്കവാറും കുഞ്ഞുങ്ങൾ അങ്ങ് പോവും.
ഈ ബാല്യത്തിലും കൗമാരത്തിലും നിങ്ങളുടെ കയ്യിലെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ട്രെയിൻ ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ. ആ സമയത്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്വം ഇന്ന് മാതാപിതാക്കൾക്കുണ്ട്. അത് ചെയ്യാതെ ആ ഉത്തരവാദിത്തത്തിൽ ഇരിക്കാതെ ഇരുന്നാൽ ഇന്ന് പലപ്പോഴും അതിൻ്റെ എൻഡിൽ ഒരുപാട് നിരാശയും പ്രയാസവും ഉണ്ടാവാറുണ്ട്. നേരത്തെയുള്ള കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളായിരുന്നു. ആ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. മാതാവും പിതാവിനെയും കൂടാതെ വല്യപ്പനും വല്യമ്മയും അവരുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവർ ജീവിച്ചിരുന്ന കുടുംബങ്ങളിലെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്യുകയും ഒരുമിച്ച് അത് ഏറ്റെടുക്കുകയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്നാൽ ഇന്നതൊക്കെ വ്യത്യസ്തമാണ്. ബ്രോയിലർ കോഴിയെ വളർത്തുന്നത് പോലെ കുഞ്ഞുങ്ങൾ വളരുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അപ്പനും അമ്മയും വേണ്ടതെല്ലാം എന്താണ് കൊടുക്കുന്നത്? ഫൈനാൻസും ഭക്ഷണവും. ഇത് കൊടുത്ത് അവരെ ഇങ്ങനെ വളർത്തുകയാണ്. റിലേഷൻഷിപ്പിൻ്റെ അകത്തെ കാര്യങ്ങൾ അറിയത്തില്ല, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളില്ല, സ്വഭാവ രൂപീകരണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇതെല്ലാം എന്താണ് അവസാനം എൻഡ് ചെയ്യുന്നത്? ഇതെല്ലാം തന്നെ പല അക്വേർഡ് നോളജ്, ഭവനത്തിൽ നിന്നുള്ളതല്ല പുറത്തു നിന്നുള്ള പല അക്വേർഡ് നോളജ്, അതുപോലെ പല അറിവുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വന്നു കയറിയിട്ട് അന്ന് കുടുംബങ്ങളെ വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരത്തിന് പകരം നാശത്തിന് കാരണമായി തീരുന്ന ഒരുപാട് അനുഭവങ്ങൾ. അതിൻ്റെ ചില എന്താണ് ക്രിസ്റ്റലൈസേഷനാണ് കണ്ണൂർ കാണുന്നതും തിരുവനന്തപുരത്ത് കണ്ടതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ട രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരാത്തതുകൊണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ചെറുപ്പത്തിലെ മാതാപിതാക്കളുടെ പ്രസൻസ് ആവശ്യമാണ്. ആദ്യത്തെ 5 വയസ്സ് വരെയാണ് പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത്. ഈ 5 വയസ്സ് പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുമ്പോൾ അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മൾ ഈ സ്റ്റേജ് വൈസായിട്ട് നമുക്കിതിനെക്കുറിച്ച് ഈ പേരൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തെ 5 വയസ്സ് വരെ എന്ത് ചെയ്യണം, പിന്നെ അടുത്ത കൗമാര ടൈം, ആ സമയത്ത് എന്ത് ചെയ്യണം, ബാല്യം കഴിഞ്ഞ് കൗമാരമാണല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യണം, പിന്നെ യൗവനത്തിൽ ഏത് രീതിയിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഈ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അമ്മമാർക്കും അപ്പന്മാർക്കുമാണുള്ളത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൻ ഫാമിലിയുടെ ഹെഡായിട്ട് ഹെഡ്ഷിപ്പിലെ കാര്യങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. എന്നാൽ അമ്മമാരുടെ റോള് ചെയ്യാതിരുന്നാൽ അപ്പൻ ആ റോള് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇതെല്ലാം തന്നെ നമ്മൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് വരുത്തേണ്ടതാണ്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെ അനുഭവിക്കും. ആദ്യത്തെ സമയങ്ങളിൽ എന്ത് സന്തോഷമാണ് കുടുംബത്തിൽ ഉള്ളതെന്ന് നമുക്കറിയാമോ? ഭാര്യ ഗർഭിണിയായി എന്നറിയുമ്പോഴുള്ള സന്തോഷം വലിയ സന്തോഷമാണ്. ആ സന്തോഷം പിന്നെ എന്താണ്, അമ്മയെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങൾ കൂടി അമ്മ കടന്നു പോവുകയാണ്. ഇതാണ് ആ കുഞ്ഞിൻ്റെ മോൾഡിങ്, അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയം. പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, പല പ്ലാൻ ചെയ്ത പല ടൂറ് പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ആ സന്തോഷമൊക്കെ, അമ്മയുടെ സന്തോഷമൊക്കെ കുഞ്ഞിൻ്റെ മോൾഡിങ്ങിന് വേണ്ടി മാറ്റപ്പെടുകയാണ്. അപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ലഡു കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും ഒരു ലഡുവൊക്കെ കൊണ്ട് കൊടുത്ത് കുഞ്ഞ് ആ സന്തോഷമാണ് അപ്പൻ കാണിക്കുന്നത്. എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം പലതരമായിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടി അമ്മ തന്നെ ആ സമയത്താകണം. എന്തിനാണ്? ആ കൊച്ചിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ, ആ കൊച്ചിൻ്റെ ജീവന് വേണ്ടി. അതിനുവേണ്ടി അന്നേ തന്നെ അമ്മ ആകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 മാസം കഴിയുമ്പോഴേ ആ കുഞ്ഞിന് ആ സമയത്ത് കേൾക്കാനുള്ള കപ്പാസിറ്റി വരുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. നിങ്ങളത് പിന്നെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. ഞാൻ മനസ്സിലാക്കുന്ന 6 മാസം കഴിയുമ്പോൾ കൊച്ചിന് സൗണ്ട് തിരിച്ചറിയാനായിട്ട്, സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ കൊച്ചിന് നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ കാണാം. പിതാവ് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ സംസാരിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം കൊച്ചിങ്ങനെ ഇടിക്കുന്നത് പോലെ മൂവിയൊക്കെ ചെയ്യുന്ന വയറ്റിൽ അമ്മയുടെ. അപ്പോഴേ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, നിങ്ങൾ നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാട്ട് പാടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അരികിലിരുന്ന് പാട്ട് പാടുമ്പോൾ ആ ഗർഭസ്ഥ ശിശു അത് ശ്രദ്ധിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കൊച്ചുങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊച്ചുങ്ങൾ ട്രെയിൻ ചെയ്യണം. അവിടെയാണ് പുതിയൊരു ഐഡിയ ആണ്. നിങ്ങൾ ആദ്യം കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാം, കൊച്ച് ജനിച്ച് പുറത്ത് വന്നു കഴിയുമ്പോൾ തന്നെ
അപ്പൻ്റെയും അമ്മയുടെയും സ്വരം തിരിച്ചറിയാനായിട്ട് ആ കൊച്ചിന് പറ്റും. കൊച്ചിൻ്റെ കേൾവിയൊക്കെ ശരിയാണെങ്കിൽ ആ കൊച്ചിന് അപ്പൻ്റെയും അമ്മയുടെയും സൗണ്ട് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഒരേ ട്യൂണിലുള്ള പാട്ട് തന്നെ ഒരു 10-30 ദിവസം അത് തന്നെ പാടിയിട്ടുണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു 8ാം മാസത്തിലോ 9ാം മാസത്തിലോ ഗിത്താറോ ഓർഗനോ ഒക്കെ വെച്ചിട്ട് ആ പാട്ട് തന്നെ പാടിയിട്ടുണ്ടെന്നിരിക്കും. ആ കൊച്ച് ജനിച്ച് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ആ പാട്ട് നിങ്ങൾ അതേപോലെ പാടുകയാണെങ്കിൽ കൊച്ചിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ പാട്ടിലേക്കായിരിക്കും. അതെങ്ങനെയാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ, ഗർഭാശയത്തിൽ കിടക്കുമ്പം തന്നെ കൊച്ചിന് ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, അമ്മയ്ക്ക് എന്തോ കോപം ജനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്, അത് കൊച്ചിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനുള്ള കാര്യം, ഈ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ കൊച്ചിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ചിലർക്കൊരു പുതിയ അറിവായിരിക്കാം, എന്നാൽ ഇതൊരു പുതിയ അറിവല്ല. ഇത് 6 മാസം, അതിന് മുമ്പേ തന്നെ പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നല്ല, പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്. 6 മാസം കഴിയുമ്പോൾ തന്നെ കൊച്ചിനെ ട്രെയിൻ ചെയ്യാനുള്ള പ്രോഗ്രാം പേരൻസ് പ്ലാൻ ചെയ്യണം. അമ്മയുടെ വയറ്റിൽ 6 മാസമായിരിക്കുമ്പോഴേ അവിടെ തൊട്ടേ അത് തുടങ്ങുകയാണ്. അവിടെ തൊട്ടേ കൊച്ചിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാടുന്ന നേച്ചർ, അപ്പനും അമ്മയ്ക്കും പാടുന്ന നേച്ചർ ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ടൊന്ന് ഈ ഇടയ്ക്ക് നല്ല പാട്ടുകളൊക്കെ കേൾപ്പിക്കുക. നിങ്ങൾ പാടാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഒരു അവിടെ വെച്ചൊരു മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ സൗണ്ട് ഇട്ട പാട്ടൊക്കെ ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് കുറച്ച് നേരം ഇങ്ങനെ അബ്സോർവ് ചെയ്ത് കേട്ടുകൊണ്ട് അത് കിടക്കും. അത് കഴിഞ്ഞിട്ട് പാട്ടിനോടുള്ളൊരു താല്പര്യം ഡെവലപ്പ് ചെയ്യും. ആ കൊച്ചു വളർന്നു വരുമ്പോൾ പാടാനായിട്ട് നല്ലൊരു ശീലമുള്ളൊരു കൊച്ചായിട്ട് മാറും. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിലെ ഗർഭാശയത്തിൽ തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഉള്ള ട്രെയിനിങ്ങുകൾ ആ കൊച്ചിന് ചെറുപ്പത്തിലേക്ക് കൊടുക്കണം. ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ 5 വർഷത്തിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് അമ്മമാർ അവരെ കരുതാനായിട്ട് സമയം കണ്ടെത്തണം. അവിടെയാണ് വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നത്, ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് ആ കൊച്ചിനോടിരുന്ന് പ്രാർത്ഥിക്കുകയും അതിനെ കെയർ ചെയ്യുകയും അതിനെ വാത്സല്യത്തോടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പേരൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറിയതേ ഉള്ളൂ. ഒരു 10-12 എപ്പിസോഡ് കൊണ്ട് ഇത് തീരുമെന്ന് വിചാരിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് വാച്ച് ചെയ്യണം. നമ്മൾ ഗർഭസ്ഥ ശിശുവിനുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിൽ ഓരോ വയസ്സുകളിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരേണ്ടതെന്ന് നമ്മൾ പറയും. അതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പറയും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ഇത് മാത്രമല്ല, ഇത് ഇയർലി സ്റ്റേജിലുള്ളവർക്ക് ഇത്തിരി പ്രയോജനം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ളവർക്കും പ്രയോജനം ഉണ്ടാവും. ഇത് തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കട്ടെ. പേരൻറ്റിങ്ങിൽ അതുപോലെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള പ്രാർത്ഥനകളെല്ലാം തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം അതിനുള്ള വഴികൾ ഒരുക്കും. ദൈവം ആ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് ഉത്തരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആദ്യം ചിന്തിച്ചതുപോലെ മക്കളെ യഹോവ നൽകുന്ന ദാനമാണ്. കർത്താവേ, അനേകം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്നത് കർത്താവെ പലപ്പോഴും അതൊരു ശാപമായി കർത്താവെ പലരും കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുമോ? 10 വർഷമായിട്ട് കുഞ്ഞില്ലാതെ ഇരിക്കുന്ന ചില കുടുംബത്തിനെ ഇന്ന് ദൈവം വിടുവിക്കാനായിട്ട് പോവുകയാണ്. 10 വർഷമായി പ്രാർത്ഥിക്കുകയാണ്. ഹന്ന പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. അനേകം വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ കൂടി ദൈവം ഉത്തരം തരാതിരുന്ന ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം കൊടുത്തു, ശമൂവേലിനെ കൊടുത്തു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനായി ഒരു കുഞ്ഞ് വരികയാണ്. ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ വീട്ടിൽ ഇന്ന് ദൈവം ആ അത്ഭുതം ചെയ്യാനായിട്ട് പോവുക. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല ഏത് വീടാണെന്ന്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യാൻ പോവുകയാണ്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ആ കുടുംബത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബത്തിലെ കുഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കും.
ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവനെ വളർത്തുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രികാലം വലിയൊരു വിടുതൽ ആ കുടുംബത്തിന് വരും. ഹല്ലേലൂയ. ദൈവം വലിയ വിടുതൽ കൊടുക്കുന്നോർത്ത് സ്തോത്രം. ദൈവമേ, കുഞ്ഞില്ലാതെ ഇരിക്കുന്ന കുടുംബങ്ങൾ അനേകരുണ്ട്. പലരും പ്രാർത്ഥിക്കുന്നുള്ള കർത്താവേ, പ്രത്യേകിച്ച് ഈ കുടുംബത്തിനെ നീ കണ്ടതോർത്ത് സ്തോത്രം. ദൈവമേ, ഈ ദിവസങ്ങളിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ ഗിഫ്റ്റ് ദാനം അവർക്ക് കൊടുക്കട്ടെ. യഹോവ നൽകുന്ന പ്രതിഫലം ആവുന്നുവെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം കരയിട്ട് ദൈവസേനയിൽ സമർപ്പിക്കാനായിട്ട് ആ കുടുംബത്തെ ഇടവരുത്തണമേ. എന്നോട് ചേർന്ന് പലരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്യണം. പലതരമായ പ്രയാസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുള്ള, പ്രത്യേകിച്ച് കാലിനെ വളഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ വളവുകൾ യേശുവിൻ്റെ നാമത്തിൽ നൂരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ വളവ് ആയിരിക്കുന്ന ഒരു കുടുംബം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിടുതലെ കർത്താവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടതായിട്ടുള്ള വലിയ വിജയം ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചില സബ്ജക്റ്റുകൾ വീക്കായിരിക്കുന്ന പേരൻസ് അതിന് വലിയ കൺസേൺ ആണ്, ആങ്ഷ്യസ് ആയിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് കർത്താവേ നീ കൃപയൊരുക്കണമേ. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വാച്ച് ചെയ്യണം. തുടർമാനമായിട്ട് ഇതുണ്ടാവും. മക്കളെ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യണമെന്നുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഇതിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ചില പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനവും വെച്ചിട്ട് ഉള്ള ചില കാര്യങ്ങൾ പറയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് യങ് ഫാമിലീസ് ഇത് ശ്രദ്ധിക്കുന്നതിന് താല്പര്യം കാണിക്കണമേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.